Good evening, everyone, and welcome to day 9 of the Epochs Data Science Bootcamp. Today, we'll learn how to take machine learning models beyond notebooks and deploy them as real-world applications. We are excited to have Anna Jagadish, software developer at Cassava Ventures, with us to lead today's session. Over to you, Arnav. ഓക്കെ ഹലോ ഓൾ. അപ്പോൾ കഴിഞ്ഞ രണ്ടൊരു സെഷൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാർക്ക് എനിക്ക് അറിയാൻ തോന്നുന്നു, എന്നെ അറിയാൻ തോന്നുന്നു. എൻ്റെ പേര് അർണവ് ജഗദീഷ്. ഞാൻ നേരത്തെ എയുടെ ഐ ജിയിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് മാറി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ML ഡിപ്ലോയ്മെൻ്റ് ആണ്. യൂഷ്വലി ആൾക്കാർ ML ട്രെയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഐ തിങ്ക് AI കുറേ സഹായിക്കും. പക്ഷെ ഡിപ്ലോയ്മെന്റ് സൈഡിൽ എപ്പോഴും പണി കിട്ടുന്ന ഒരു ഇഷ്യൂ ആണ്. കാര്യം ML ഡിപ്ലോയ് ചെയ്യാന്ന് പറയുന്നത് ഡാറ്റ സയൻസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ചെയ്യുന്നത് കൊലാബിലായിരിക്കും. ഇപ്പം നിങ്ങൾ കൊലാബിലായി നോട്ട്ബുക്കിൽ ചെയ്യുന്ന സമയത്ത് വരാത്ത കുറേ ഇഷ്യൂസ് ഡിപ്ലോയ്മെന്റ് വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. 3-4 ലൈബ്രറീസ് ഉള്ളെങ്കിൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല. ബട്ട് നിങ്ങൾ പല ലൈബ്രറീസ് കൂടുതൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൊളീഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഞാനിപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക ML ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഡെവോപ്സിനകത്ത് അത്ര പ്രോയൊന്നുമല്ല. ബട്ട് കുറച്ച് ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ഒരു മോഡൽ ആദ്യം ട്രെയിൻ ചെയ്തെടുക്കാം. ഐ തിങ്ക് എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ഇത് ജസ്റ്റ് ഒരു നേരത്തെ ഒരു സെഷൻ എടുത്തതിൻ്റെ ഒരു നോട്ട്ബുക്കാണ്. ഇവിടെ ഞാനാണെങ്കിൽ ഗ്ലോബൽ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഡാറ്റ സെറ്റ് അത് കാവലിൽ നിന്ന് കിട്ടും. ഞാനത് ഉണ്ടോ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്ബുക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്തേക്കുക. ഇപ്പോൾ ബേസിക്കലി ആദ്യം നമുക്ക് വേണ്ട ലൈബ്രറീസും കാര്യങ്ങളും ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഏതൊക്കെയാണ് വാല്യൂസ് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞെടുക്കാം. ആവശ്യമില്ലാത്ത സാധനം എല്ലാം ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് MLന്റെ സൈക്കിൾ നിങ്ങൾക്ക് അറിയാലോ. തന്നേക്കണ ഒരു മോഡൽ ഫസ്റ്റ് നിങ്ങളിപ്പോൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു സൈക്കിളാണല്ലോ. തന്നേക്കണ ഡേറ്റ എടുത്തു, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് എടുത്തു. ഡാറ്റ സെറ്റിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അനാവശ്യമായുള്ള സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞു. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ഹലോ പറഞ്ഞു. അനന്തം എന്തെങ്കിലും പറയാമെന്നതാണോ? ഒരു ആക്സിഡന്റ് ഓക്കെ ഓക്കെ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റിലാണെങ്കിലും അല്ലെങ്കിൽ വാട്സാപ്പിൽ ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനാണെങ്കിലും മെസ്സേജ് ചെയ്തു. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, തന്നേക്കുന്ന ഡാറ്റ സെറ്റിനെ ഫീച്ചർ ജനറേറ്റ് ചെയ്ത് മോഡൽ ട്രെയിൻ ചെയ്യുന്ന രീതിയിലാക്കും. ഇത് നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഈ ചെയ്യുന്ന പരിപാടിയിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ ഒരു സാധനം ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി നമ്മൾ രണ്ട് എന്താ പറയുക സ്റ്റേറ്റ് ഉണ്ടല്ലോ. തന്നേക്കണ ഡേറ്റ സെറ്റ് നമ്മൾ ആദ്യം തന്നേക്കണ ഒരു മോഡൽ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്തെടുക്കും. ട്രെയിനിങ് ഫേസ് എന്ന് പറയും. രണ്ടാമത്തെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഇൻഫറൻസ്. ഇൻഫറൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതേ സെയിം സ്റ്റെപ്സ്. നമ്മൾ ഏതൊക്കെ കോളങ്ങളാണോ കളഞ്ഞതെല്ലാം കളഞ്ഞിട്ട് തന്നേക്കണ നൾ വാല്യൂസും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് തന്നേക്കണ കാറ്റഗോറിക്കൽ വാല്യൂസിനെയൊക്കെ ന്യൂമറിക്കലാക്കിയിട്ട് ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇൻഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത അതേ സ്റ്റെപ്സ് ആദ്യം ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ട്രെയിൻ ചെയ്തപ്പോൾ സ്റ്റെപ്സ് ആണ് കാണുന്നത്. തന്നേക്കണ ഡാറ്റ സെറ്റ് ക്ലീൻ ചെയ്തെടുക്കുക. ലേബൽ എൻകോഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് കാറ്റഗോറിക്കൽ വാല്യൂസിനെ നമ്പർ ആക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ റാൻഡം ഫോറസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഗിറ്റ് സെർച്ച് CV ഉണ്ടല്ലോ, തന്നേക്കണ സാധനത്തിൽ ഏതാണ് ബെസ്റ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ട്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് എനിക്ക് വന്ന സ്കോർ ഒരു 0.9 എനിക്ക് കിട്ടി. അപ്പോൾ ഈ തന്നേക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ലേബൽ എൻകോഡർ യൂസ് ചെയ്തു. അപ്പോൾ ഈ ലേബൽ എൻകോഡർ യൂസ് ചെയ്ത സമയത്ത് ഏതാണ് ന്യൂമറിക്കൽ വാല്യൂ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇവിടെ ഉണ്ടാവുമല്ലോ, ഇതാണ് എൻകോഡ് ചെയ്ത സാധനങ്ങൾ.
അപ്പോൾ ഞാനിത് സേവ് ചെയ്തിട്ടായിരുന്നു. ഇതാണ് ലേബൽ എൻകോഡ് ചെയ്ത് തന്നേക്കണ ഡാറ്റ സെറ്റ് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, കോളങ്ങളെല്ലാം ലൈക്ക് ഏതൊക്കെയാണ് കോളങ്ങൾ, ഒബ്ജക്റ്റ് ആയിട്ടുള്ള കോളങ്ങളാണ്, കാറ്റഗോറിക്കലായിട്ടുള്ള ഏതൊക്കെയാണ് കോളംസ് അതിനെ മാത്രം എടുക്കുന്നത്. ഇതൊക്കെയായിരുന്നു മൊത്തത്തിൽ 23 കോളങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ടുള്ള കോളങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നത്. അതിനാണ് നമുക്ക് ന്യൂമറിക്കൽ ആക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഓടിച്ചാണ് പോണത്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ചാറ്റിൽ പറഞ്ഞു. കാര്യം കഴിഞ്ഞ എല്ലാ സെഷനിലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോണേ. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്ത് ചെയ്തു, ലേബൽ എൻകോഡർ വെച്ചിട്ട് എൻകോഡ് ചെയ്തു. എൻകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് സേവ് ചെയ്തിട്ടു. അത് സേവ് ചെയ്തിട്ട സാധനമാണ് ഈ കാണുന്നത്. ഇവിടെ സേവ് ചെയ്തിട്ടില്ല, പകരം താഴെ വന്ന് ഐ തിങ്ക് ഇവിടെയാണ് ഞാനത് സേവ് ചെയ്തിട്ട് ബേസിക്കലി എൻകോഡർ ഏതൊക്കെയാണോ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓരോ ഇപ്പോൾ കൺസ്യൂമറിന് 0 എന്നും കോപ്പറേറ്റിന് 1 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബേസിക്കലി റാൻഡം ആയിട്ട് വാല്യൂസ് ചെയ്ത് കൊടുത്തേക്കോ ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ഡാറ്റ സെറ്റിലേക്ക് ഈ ഒരു JSON പിൻകാലത്ത് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഈ JSON വെച്ചിട്ടാണ് നമ്മൾ പിന്നെ കുറേ വാല്യൂസ് വരില്ല. നമുക്ക് ബേസിക്കലി ഇൻഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേ ഡാറ്റ ആയിരിക്കും നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മളിപ്പം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ടായി കൊടുക്കുന്ന സമയത്ത് ഈ പരിപാടികളൊക്കെ ഒന്നുകൂടെ ചെയ്യണം. അനാവശ്യ കോളങ്ങളാണ് ഡ്രോപ്പ് ചെയ്ത് കളയണം, കാറ്റഗോറിക്കലാക്കിയാണെങ്കിൽ ന്യൂമറിക്കലാക്കണം. അപ്പോൾ ഏതാണ് നമ്മൾ ആദ്യം കാറ്റഗോറിക്കൽ ന്യൂമറിക്കലാക്കാൻ യൂസ് ചെയ്ത ആ ഒരു മാപ്പിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഫർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ജോബ് ലിബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഒരു മോഡൽ സേവ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് പിക്കിൾ വെച്ച് സേവ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ ജോബ് ലിബ് വെച്ചിട്ട്. പിക്കിള് ബേസിക്കലി ജനറിക് ആയിട്ടുള്ള ഒരു സാധനം. പൈത്തണിൽ നമുക്ക് എന്ത് വേണേലും സേവ് ചെയ്യാൻ പറ്റും. പൈത്തണിൽ നിങ്ങൾ തന്നെ സാധാരണ കാണുന്ന ഡിക്ഷണറി ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല ഒബ്ജക്ട്സ് ഉണ്ടായിക്കോട്ടെ. അപ്പൊ എന്ത് വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്കിള് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ജനറിക് ആയതുകൊണ്ട് തന്നെ അത് അത്ര എഫിഷ്യന്റ് അല്ല. നമുക്ക് ഈ ഒരു മോഡൽ സേവ് ചെയ്യുന്ന സമയത്ത്, മോഡൽ വരുന്ന സമയത്ത് മിക്കവാറും ടെൻസേഴ്സ് ആണ് വരുന്നത്, ബേസിക്കലി ഒരു കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് കുറേം കൂടെ സേവ് ചെയ്യാൻ കുറേ കൂടെ ബെസ്റ്റ് ജോബ് ലിബ് ആണ്. അപ്പൊ അത് കുറേ കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് സേവ് ചെയ്യും. അതാണ് ഈ സേവ് ചെയ്തേക്കുന്നത്. ഈ നോട്ട്ബുക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ ഡാറ്റ സെറ്റ് ആയിട്ട് യൂസ് ചെയ്ത ഈ ഒരു ഡാറ്റ സെറ്റാണ്. നമുക്കത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്യാം. കേസ് ഒന്ന് മറന്നെങ്കിൽ ഓർമ്മിപ്പിച്ചേരാം. അപ്പോൾ ബേസിക്കലി ആ ഒരു പരിപാടിയാണ് ചെയ്തത്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു ML ഫ്ലോ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസ് കേസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബട്ട് ML ഫ്ലോ നമുക്ക് ബേസിക് ആയിട്ട് യൂസ് കേസ് വരുന്ന സമയത്ത് ആവശ്യമില്ല. ML ഫ്ലോ ശരിക്കും പറഞ്ഞാൽ ഗിറ്റാണ്. ഗിറ്റ് ഹബ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗിറ്റ് ഹബിനകത്ത് നമുക്കൊരു സാധനം വേർഷനും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ആ ഒരു വേർഷനിങ് ചെയ്യാനായിട്ടാണ് ML ഫ്ലോ നമ്മൾ യൂസ് ചെയ്യുക ടിപ്പിക്കലി. ബട്ട് വേറെ കുറേ യൂസ് ഉണ്ട്. ഞാൻ കൂടുതൽ അതിനകത്ത് എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടില്ല. ഞാൻ കൂടുതലും കൊലാബ് വെച്ചാണ് ഞാനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ വെയിറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഐ തിങ്ക് ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. സോറി, ആൻറ്റി ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഫയൽ കാണാം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഞാൻ സേവ് ചെയ്തിട്ട എൻകോഡിങ് ഫയൽ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ബേസിക് ആയിട്ട് ആ ഒരു എൻകോഡിങ് ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാണ് app.py. ഇതാണ് നമ്മൾ ഫ്രണ്ട് എൻഡ്. ഞാൻ കുറച്ച് കൺസെപ്റ്റ്സ് നമുക്ക് എന്താ പറയുക, ഒരു സാധനം ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിപ്ലോയ് ചെയ്ത സാധനത്തിന് ഒരു ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഉണ്ടാവും. നോർമലി നമ്മൾ കോഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഫ്രണ്ട് എൻഡ് കാണിക്കാനായിട്ട് HTML അല്ലെങ്കിൽ JavaScript പോലെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് അത് കോഡ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല, പകരം സ്ട്രീംലൈറ്റ് യൂസ് ചെയ്തത്. സ്ട്രീംലൈറ്റ് നമുക്ക് ബേസിക് ആയിട്ടൊരു ഫ്രണ്ട് എൻഡ്, നമ്മുടെ ഒരു ML യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാക്കാനായിട്ട് നമുക്ക് ടിപ്പിക്കൽ രണ്ട് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ സ്ട്രീംലൈറ്റ്, രണ്ടാമത്തത് ഗ്രാഡിലാന്ന് തോന്നുന്നു പേര്. ഇത് രണ്ടുമാണ് ബേസിക്കലി നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ടിപ്പിക്കലി ഇതിന് വേണ്ടിയിട്ട് എക്സ്പെരിമെന്റിലാണ്. എന്റർപ്രൈസ് ലെവലിൽ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ് പൈത്തൺ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഫ്ലാസ്ക് പോലെയുള്ള ഒരു എൻഡ് പോയിന്റ് നമുക്ക് എക്സ്പോസ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ അത് കാണിക്കാനുള്ള ലൈക്ക് അത് കുറേ കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് ആ ഒരു കാണിക്കാനായിട്ട്, അതായത് എക്സ്പെരിമെന്റൽ ആയിട്ട് ആരെങ്കിലും കാണിക്കാനായിട്ട് നമുക്ക് സ്ട്രീംലൈറ്റ് മതി.
സ്ട്രീം ലൈറ്റ് ബേസിക് ആയിട്ട് കാണിക്കാനാണ്, കാരണം അത് എഫിഷ്യൻ്റ് ഒന്നുമല്ല ഈ സൈറ്റ് ലോഡ് ചെയ്യാനും പരിപാടികളൊക്കെ. അപ്പോൾ അത് നമുക്ക് മോഡൽ ലോഡ് ചെയ്യണം. ഞാൻ ലോഡ് ചെയ്തേക്കണത് ജോബ് ലിബ് വഴിയാണ്. ജോബ് ലിബ് വെച്ച് ഡൗൺലോഡ് ചെയ്ത മോഡൽ ഞാൻ അത് ലോഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തന്നേക്കണ എൻകോഡിങ് സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഡിക്ഷണറി, ആ ഒരു JSON ഫയലിനെ നമുക്ക് എന്ത് ചെയ്യണം, അതും വേണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇത്രയും കോളംസ് ആണ് നമ്മൾ ആ ഒരു പരിപാടി. നമുക്ക് ബേസിക്കലി ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കണ ആ ഒരു കോളംസ് ആണ് നമ്മൾക്ക്. ഇത്രയും കോളംസ് ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞ്, അത് കഴിഞ്ഞ് ബാക്കി വന്ന കോളംസ് ഇത്രയാണ്. അപ്പോൾ ഈ ഇത്രയും കോളംസ് മാത്രം നമുക്ക് എന്ത് മതി, ഇൻഫർ ചെയ്യാൻ നേരത്തെ മതി. അപ്പോൾ ഞാൻ അത്ര തന്നെ റിക്വയർഡ് കോളംസ് എന്ന് വിളിക്കുന്നു. ഇത് നമുക്ക് തന്നേക്കണ ഡേറ്റ സെറ്റ് നമുക്ക് എൻകോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. തന്നേക്കണ ഡേറ്റ സെറ്റ് കാറ്റഗോറിക്കലായിരിക്കും കിട്ടുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറിക്കലാക്കണം. അപ്പോൾ അതിന് ഞാനൊരു ഫംഗ്ഷൻ എഴുതി. ഇത് ജസ്റ്റ് പേജിൻ്റെ ഒരു ടൈറ്റിൽ വരാണല്ലോ, പ്രോബബിളി പ്രിഡിക്റ്ററിനോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈറ്റിൽ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ടൈറ്റിൽ ജസ്റ്റ് ആ ഒരു സൈറ്റിൻ്റെ പേരായിട്ട് വരും. പിന്നെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് സൈഡ് ബാറിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. നമുക്ക് ബേസിക്കലി 3 രീതിയിലാണ്, അല്ലെങ്കിൽ 2 രീതിയിലാണ് പ്രഡിക്ഷൻസ് വരാറുള്ളത്. ഒന്ന് നമുക്ക് സിംഗിൾ പ്രഡിക്ഷൻ. സിംഗിൾ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു ഇമേജ് കൊടുത്തു, ആ ഇമേജിനകത്ത് ടിപ്പിക്കലി റിയൽ ടൈം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ റിയൽ ടൈം ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനാണ് നമ്മൾ സിംഗിൾ പ്രഡിക്ഷൻ ചെയ്യുന്നത്. പിന്നെ ബാച്ച് ആയിട്ട് ചെയ്യും. ബാച്ച് ആയിട്ട് പറഞ്ഞാൽ നമ്മളൊരു ബൾക്കായിട്ട് ഒരു സാധനം കൊടുക്കും. അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടായിരിക്കും റൺ ചെയ്യേണ്ടത്. ബട്ട് നമുക്ക് അപ്പം തന്നെ വേണ്ട, റിയൽ ടൈം ആയിട്ട് വേണ്ട, കുറെ നാൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടിയാലും മതി. ഇപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻ വരാം, ബാച്ചിങ് റിയൽ ടൈം വേണമെന്നും ചില സമയത്ത് വരാം. പക്ഷെ ടിപ്പിക്കലി ഈ 2 ഫ്ലോ ആണ് കാണാറ്. അപ്പോൾ നമുക്ക് ഏതാണ് ഫ്ലോ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സൈഡ് ബാർ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രഡിക്ഷന് നമുക്ക് സിംഗിൾ പ്രഡിക്ഷനാണ് നമുക്ക് ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഞാൻ കൊടുത്തേക്കാണ്. ഇതാണ് ബേസിക് ആയിട്ടൊരു എന്താ പറയുക പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ ഇത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന പ്രോബബിലിറ്റി ആയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കഴിയാം, എൻകോഡ് ചെയ്തു തന്നേക്കാം. ഇൻപുട്ടിനെ നമ്മൾ എൻകോഡ് ചെയ്തു, നമ്പറാക്കി പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ആയിട്ടായിരിക്കും. പ്രോബബിലിറ്റി അല്ലെങ്കിൽ 1010% കിട്ടും. ടിപ്പിക്കലി മെഷീൻ ലേണിംഗ് മോഡൽ തരുന്നത് 1 and 0 അല്ല, നമ്പറാണ്. നമ്മൾ ML പ്രഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്പറാക്കി തരുന്നതാണ്. 0.5 എന്നൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒന്നിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് SQL തരുന്നതാണ്. ബട്ട് ഇൻ ട്രൂത്ത് ശരിക്കും അത് പ്രോബബിലിറ്റി തന്നെയാണ് തരുന്നത്. നമുക്ക് ആ ഒരു പ്രോബബിലിറ്റി കാണാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പ്രോബബിലിറ്റി ചില സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും, കാരണം അത് അതിൻ്റെ ഒരു കോൺഫിഡൻസും കൂടിയാണ് പറയുന്നത്. 0.8 പ്രോബബിലിറ്റി എന്ന് പറയുന്നതനുസരിച്ച് അപ്പം ഞാൻ അത്രയും കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ഔട്ട്പുട്ടാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ 0.7 അല്ലെങ്കിൽ 0.6 ആണെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1 തന്നെയായിരിക്കും കിട്ടുന്നത്, ബട്ട് അത് അത്രയും കോൺഫിഡൻസ് ഇല്ലാന്നും കൂടെ സൂചിപ്പിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പിന്നെ ബാച്ച് പ്രഡിക്ഷൻ നമുക്ക് സേവ് ചെയ്തിടാം. ആൻഡ് അതിനകത്ത് എന്തെങ്കിലും ഇൻസൈറ്റ്സ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തത് റാൻഡം ഫോറസ്റ്റ് ആണ്. സോ റാൻഡം ഫോറസ്റ്റിലൊരു മെയിനായിട്ട് ഒരു ഫീച്ചറാണ് നമുക്ക് അതിൻ്റെ ഏതൊക്കെ കോളമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് കാണാനായിട്ടൊരു ഇത് കിട്ടും. മോഡലിലോട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് നടിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എല്ലാ ഡിസിഷൻ ട്രീ ബേസ് ചെയ്ത സാധനങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു ഫീച്ചർ ഇമ്പോർട്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു എത്രത്തോളം ആ ഫീച്ചർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാനായിട്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നേക്കുന്ന ഡേറ്റ സെറ്റ് ആദ്യം നമുക്കൊരു ഇതിൽ കാണാനായിട്ട്, അതായത് നമുക്ക് ഡിപ്ലോയ്മെന്റ് അല്ല, നമുക്ക് ലോക്കലായിട്ട് നമുക്കിപ്പോൾ എത്ര നേരം മിക്ക ആൾക്കാരും നിങ്ങൾ ചെയ്തത് കൊലാബിലായിരിക്കും അല്ലെ കാൽക്കുലേറ്ററിലായിരിക്കും. അപ്പൊ അതിനകത്ത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൻവയോൺമെന്റ് എന്ന് പറയുന്ന സാധനമേ നോക്കണ്ട. അപ്പൊ നമുക്ക് ബേസിക്കലി എന്ത് വേണേലും ഡൗൺലോഡ് ചെയ്യാം, എന്ത് വേണേലും കാണിക്കാം. ലോക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പറ്റത്തില്ല. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനം പൈത്തണാണ്. പൈത്തൺ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം. ഐ തിങ്ക് ഞാനിപ്പോൾ ഇത് പറഞ്ഞു, നിങ്ങളിപ്പോൾ വീട്ടിൽ ചെന്ന ടൈം കിട്ടുന്ന സമയത്ത് ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് പൈത്തൺ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ടിപ്പിക്കലി 3 സാധനങ്ങളാണ് നമ്മൾ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ കറന്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഒന്ന് നോർമൽ പൈത്തൺ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത്തത് യു വി ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്. പിന്നെ ഉള്ളത് ഡേറ്റ സയൻസിൽ ഒരു സ്ട്രോങ് ഹോൾഡ് ഉള്ളത് ഇപ്പോഴും ആനക്കോണ്ടയാണ്. ആനക്കോണ്ട അല്ലെങ്കിൽ മിനിക്കോണ്ട, അതിന്റെ പല വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ആനക്കോണ്ട ഭയങ്കര എന്താ പറയാ സൈസ് കൂടുതൽ യൂസ് ചെയ്യും. കുറെ സാധനം ഡിഫോൾട്ട് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളിപ്പോൾ എല്ലാ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറച്ച് ലൈബ്രറീസ് എപ്പോഴും ഉണ്ടാവും. ബട്ട് നമുക്ക് അങ്ങനെ വേണ്ടാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിനിക്കോണ്ട യൂസ് ചെയ്യാം. മിനിക്കോണ്ടയ്ക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. ബട്ട് നമുക്ക് അതിലും സ്മോളർ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുണ്ടെങ്കിൽ
മൈക്രോമാമ്പ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ മിനി ഫോർജ് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ അങ്ങനെ തപ്പിപ്പോയാലാണ് കാണുള്ളൂ. എൻ്റെ ലാപ്പിലെ സ്പേസിലൊക്കെ ഞാൻ തപ്പിപ്പോയി. ബട്ട് മിക്ക ആൾക്കാരും ആനക്കോണ്ട അല്ലെങ്കിൽ മിനിക്കോണ്ട ആയിരിക്കും ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു സൈഡ്. പിന്നെ വരുന്നത് യു വിയുടെ ഒരു എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ പോയട്രി അങ്ങനെ കുറച്ച് പയ്യൻവി എന്ന് പറഞ്ഞ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ എന്താ പറയാ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന സാധനമാണ് യുവിയുടെ ഒരു യുവിയും അല്ലെങ്കിൽ ആനക്കോണ്ട മിനിക്കോണ്ട ഒരു ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ യുവിനകത്ത് നമുക്ക് ഇപ്പൊ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, ഈ ഫോൾഡറിൽ ഒരു .vnv എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും നമ്മുടെ എല്ലാ പൈത്തൺ കോൺഫിഗറേഷൻസും ചെയ്യുന്നത്. യു വി അല്ലെങ്കിൽ സാധാ പൈത്തൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു .vnv എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാവും, അല്ല ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിലായിരിക്കും എല്ലാ പൈത്തന്റെ കോൺഫിഗറേഷൻസ് സേവ് ചെയ്യുന്നത്. അപ്പൊ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു എൻവയോൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ലൈബ്രറീസ് ഏതൊക്കെ ആയിരിക്കും? പാണ്ടാസ്, മാറ്റ്പ്ലോട്ലിബ്, പൈത്തണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പൈടോർച്ച്. അപ്പൊ ഈ ലൈബ്രറീസ് തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അത്രയും സ്പേസ് പോവാണ് ഓരോ പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്. അത് മാത്രമല്ല സെറ്റപ്പ് ചെയ്യാനും പോകേണ്ടി വരും. ബട്ട് യുവിയിലെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ നിങ്ങളിപ്പോ പൈത്തൺ 3.0 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാണ്ടാസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമി ലിങ്ക് ചെയ്തതാണ്. അത് നമ്മുടെ ഗ്ലോബൽ ആയിട്ട് റെപ്പോസിറ്ററിൽ അല്ലെങ്കിൽ ഒരു ക്യാച്ച് ആയിട്ട് അത് സേവ് ചെയ്ത് തരും. അതിന്റെ ഒരു കോപ്പി മാത്രം, അല്ലെങ്കിൽ അതിന് സെമി ലിങ്ക് എനിക്ക് തോന്നുന്നു പറയണ കൂടുതൽ എന്താ പറയാ ടിപ്പിക്കലി ഇത്തിരി കത്താൻ പാടാണ്. ബട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലൈബ്രറിയുടെ അല്ലെങ്കിൽ ആ ഒരു കോപ്പി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പിൾ മാത്രം ഇവിടെ ഉണ്ട്. അതായത് അവരോടൊരു പറയും ഈ ലൈബ്രറിയാണ് നോക്കുന്നെങ്കിൽ ഈ ഗ്ലോബൽ റെപ്പോസിറ്ററിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്താ പൈത്തന്റെ സാധനം അത് കണ്ടുപിടിച്ചോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പൊ അങ്ങനെ ഗ്ലോബലായിട്ട് സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് യു വി ഒപ്റ്റിമൈസ്ഡ് ആണ് അങ്ങനെ ഒരു കാര്യത്തിനകത്ത്. പക്ഷെ ആനക്കോണ്ട എന്താ, നമുക്ക് ആനക്കോണ്ടതിനകത്ത് എല്ലാം ഓരോ എൻവയോൺമെന്റും ഇവിടെ അല്ല സേവ് ചെയ്യുന്നത്, പകരം വേറൊരു സ്ഥലത്താണ്. ഇപ്പൊ എൻ്റെ അതിനകത്ത് അതുണ്ട്. ENV ലിസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം പല എൻവയോൺമെന്റ് ഉണ്ട്. അപ്പൊ എനിക്കിത് സ്വിച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എനിക്ക് തോന്നുന്നു കോണ്ട ഞാൻ കമാൻഡ് പറയുന്നതായിട്ടോ, കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ബട്ട് നമുക്ക് കോണ്ട വെച്ചിട്ട് ഈ എൻവയോൺമെന്റ് സ്വിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കോണ്ട സെലക്ട് എങ്ങാണ്ടാ തോന്നുന്നു. അപ്പൊ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്തിടാം. അപ്പോൾ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമാൻഡ് ലൈൻ വഴി തന്നെ ഇവിടെ ഓരോ പ്രാവശ്യം പൈത്തൺ 3.1 അല്ലെങ്കിൽ 3.3 എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ .vnv എന്ന് പറഞ്ഞ ഫോൾഡർ ഇല്ല അപ്പോൾ ആ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ടിപ്പിക്കലി ഞാൻ പറയുകയാണെങ്കിൽ യു വി ആണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ നല്ലത്. കാരണം നിങ്ങളിപ്പോൾ പൈത്തണിലൊരു അല്ലെങ്കിൽ ഡാറ്റാ സയൻസിൽ ഒരു സാധനം ചെയ്യുവാണെങ്കിൽ അതെന്തെങ്കിലും ചെയ്യുന്നത് മിക്കതും ഡിപ്ലോയ്മെന്റ് ചെയ്യാനായിരിക്കും. അങ്ങനെ ഡിപ്ലോയ്മെന്റ് വേണ്ടി ചെയ്യുന്ന സാധനമാണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് യു വി ആയിരിക്കും കുറേ കൂടെ ബെറ്റർ. കോണ്ട നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എങ്ങനെ അതേ സാധനം ഡിപ്ലോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിലൊന്നും നടക്കില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കോണ്ട എന്ന് പറഞ്ഞ സെപ്പറേറ്റ് റെപ്പോസിറ്ററിയാണ്. നിങ്ങളിപ്പോൾ ഐ തിങ്ക് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ പോകുന്നില്ല ആനക്കോണ്ട എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ആനക്കോണ്ട എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററി ഉണ്ട്. ഇവിടെയാണ് എല്ലാ ലൈബ്രറീസും അതെ, ഇവിടെയാണ് എല്ലാ ലൈബ്രറീസും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും മിക്കവാറും എല്ലാ പൈത്തന്റെ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡിഫറെൻ്റ് ഒരു കോൺഫിഗറേഷൻസ് ഫയലാണ്, YAML ഫയലായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഏതൊക്കെ ലൈബ്രറീസ് ആണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് റിക്വയർമെന്റ്സ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, requirements.txt. ഇവിടെ ആയിരിക്കും നമ്മൾ പറയുന്നത് നമുക്ക് ഏതൊക്കെ ലൈബ്രറീസ് വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ അനക്കോണ്ടിൽ അതൊരു എന്തായാലും ഡിഫറെൻറ്റ് ഫയലാണ്, ഒരു YAML ഫയലായിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് യുവിനകത്തും .vnvയിലൊക്കെ നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന റിക്വയർമെന്റ് ഫയൽ അല്ലെങ്കിൽ പൈപ്രൊജക്ട് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് എപ്പോഴും എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഡിപ്ലോയ്മെന്റ് സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അതിനെക്കൊണ്ട് ഒരു പരിപാടിക്ക് പറ്റത്തില്ല. യു വി വെച്ച് ചെയ്യാനായിട്ടാണെങ്കിലും എളുപ്പമാണ്. UV.init അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ സാധാ പൈത്തൺ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് പറയാം. അപ്പൊ ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൈത്തൺ -m എന്ന് മൊഡ്യൂൾ എടുക്കുക, വെൻവ് യൂസ് ചെയ്യുക. .vnv എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ പേരാണ്. എനിക്ക് വേണമെങ്കിൽ .vnv എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ .env എന്ന് കൊടുക്കാം. എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഫോൾഡറിന്റെ പേര് വരേണ്ടത്, എൻവയോൺമെന്റ് ഫോൾഡറിന്റെ പേര് വരേണ്ടത്, അത് കൊടുക്കാം. ഞാൻ .vnv തന്നെ കൊടുക്കുകയാണ്. ഒരു ഫോൾഡർ ഉണ്ടാക്കി. അപ്പൊ എനിക്കത് ആക്ടിവേറ്റ് ചെയ്യണം. source.vnv.bin ആക്ടിവേറ്റ് എന്നാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് പൈത്തൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിൻഡോസിനകത്താണ്, ഇതിപ്പോൾ കമാൻഡ് ലൈൻ
എൻ്റെ മാക് OS ആണ്, അല്ലെങ്കിൽ ലിനക്സ് ആണ്. ലിനക്സിനകത്താണെങ്കിൽ .vnv ആണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസിനകത്താണെങ്കിൽ ടിപ്പിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് എൻ്റെ കമാൻഡ് .win.script ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളോട് അതിനോട് പറയാണ് ഇനി തൊട്ട് ഈ ഒരു പൈത്തൻ്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കാണിച്ചില്ല. ഞാനിപ്പോൾ വിച്ച് പൈത്തൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പൈത്തണാണ് അവർ കാണിക്കുന്നത്. ആക്ടിവേറ്റ് കഴിഞ്ഞായിരിക്കും ഞാനിപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിച്ച് പൈത്തൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ അല്ലെങ്കിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു .vnvയുടെ അകത്തുള്ള പൈത്തണാണ് അവരിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ആദ്യം ആക്ടിവേറ്റ് ചെയ്യണത്. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പൈത്തൺ റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബേസിക്കലി നിങ്ങൾ നോട്ട്ബുക്കിൽ യൂസ് ചെയ്യുന്ന അതേ കമാൻഡാണ് പിപ്പ് ഇൻസ്റ്റാൾ. പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ. അത് കഴിഞ്ഞിട്ട് റിക്വയർമെൻറ്റ് ഫയലാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് -r കൊടുക്കണം. എന്നിട്ട് ഏത് ഫയലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ബേസിക്കലി ഡൗൺലോഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന കുഴപ്പമില്ല. ബട്ട് നിങ്ങളിപ്പോൾ മിക്കവാറും യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ് നെയിം കൊടുക്കാൻ പകരം ഏത് വേർഷനാണെന്ന് കൊടുക്കണം. ഇപ്പോൾ -4.12 അങ്ങനെ എന്തെങ്കിലും വേർഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വേർഷൻ ആയിരിക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ ഇന്ന് സാധനം ചെയ്തു ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു 10 ദിവസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ സാധനം റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പൊട്ടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻ മാറിപ്പോയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ SQL ഇന്ന് യൂസ് ചെയ്യുന്ന SQLന്റെ വേർഷൻ എന്തെങ്കിലും കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം 10 ദിവസം കഴിയുമ്പോൾ. ഇപ്പം ഇന്ന് നമ്മൾ ബേസിക്കലി ഇതിനകത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് പാണ്ടാസിനകത്ത് DF2CSV ആണ് ഇന്ന് യൂസ് ചെയ്യുന്ന കമാൻഡ് എങ്കിൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫയലെങ്കിൽ 10 ദിവസം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കുറെ നാൾ കഴിയുന്ന സമയത്ത് പുതിയ വേർഷനകത്ത് അവർ തീർത്ത് കളയാം, ഡിപ്പ് ക്രിയേറ്റ് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും വേർഷനൈസ് ചെയ്ത് വേണം എപ്പോഴും പോകാനായിട്ട്. അതായത് ഫയലിനകത്ത് നിങ്ങൾ ഏത് വേർഷനാണ്, ഏത് പൈത്തന്റെ വേർഷനാണ്, ഏത് പാണ്ടാസിന്റെ വേർഷനാണ്, ഏത് സ്ട്രീം ലൈറ്റിന്റെ വേർഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്പെസിഫൈ ചെയ്ത് പോകണം. ഇതാണ് .vnv യൂസ് ചെയ്ത് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് UV വെച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ UV init നിങ്ങൾ ചെയ്യും. അപ്പോൾ ബേസിക്കലി ഒരു ഇത് കണ്ടോ, കുറച്ച് സാധനങ്ങളുണ്ടായി. ഒന്ന് .python വേർഷൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയത്. രണ്ടാമത്തേത് റീഡ്മി ഉണ്ടാക്കും, പിന്നെ പൈപ്രൊജക്റ്റ് ഉണ്ടാക്കും. ഇതിനകത്താണ് നമ്മൾ ബേസിക് ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് റിക്വയർമെന്റ് ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് UV പൈത്തൺ UV ഇനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സോഴ്സ് .vn മറന്നു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും അറിയാതെ ഇൻസ്റ്റാൾ ചെയ്തത് ഗ്ലോബൽ ഡെപ്പോസിറ്ററിയിലേക്ക് ഇവന്റിലേക്ക് ആയിരിക്കില്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലോബലായിട്ട് എവിടെയാണ് പൈത്തൺ കിടക്കുന്നത് അവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കും, ലൈബ്രറീസും കാര്യങ്ങളൊക്കെ. ബട്ട് UVനകത്ത് നമുക്ക് ആ ഒരു ഹെഡേക്ക് ഒഴിഞ്ഞു കിട്ടും. എപ്പോഴും ഈ സോഴ്സ് .vnv എന്ന് പറഞ്ഞ സാധനം റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ഹെഡേക്ക് മൊത്തത്തിൽ ഒഴിവ് കിട്ടും. UV അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുത്താൽ UV റൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കമാൻഡ് ലൈൻ റൺ ചെയ്യണ എന്തൊക്കെ കമാൻഡ്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ഇങ്ങനെ .vnv ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് അതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് UV സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് അതെല്ലാം നമുക്ക് UV ആഡ് ഉണ്ട്. UV ആഡ് ആണ് ടിപ്പിക്കൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഐ ഗസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മളതിപ്പോൾ അവിടെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ റെഡിസാണ്. .vnv നമ്മൾ യൂസ് ചെയ്തല്ലോ, അല്ല സൈക്കിളിലാണ്. ഓക്കെ സോറി, സൈക്കിളിൻ്റെ സ്പെല്ലിംഗ് കിട്ടി. ഇതുണ്ട് പാണ്ടാസിന്റെ വേർഷൻ അത് ഓട്ടോമാറ്റിക്കലി സ്പെസിഫൈ ചെയ്തു. ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഇത് ഡയറക്റ്റ് റിക്വയർമെന്റ് ഫയലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പൈപ്രൊജക്റ്റ് തന്നെ റിക്വയർമെന്റ് ഫയലായിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. മാത്രമല്ല പൈത്തന്റെ വേർഷൻ ഏതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോൾഡറിന് തന്നെ അവർ വേർഷനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് UV യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഭയങ്കര അഡ്വാൻറ്റേജ്. അപ്പോൾ കുറേ കാര്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഡിപ്ലോയ്മെന്റിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു main.py UV ഉണ്ടാക്കിയതാണ്, ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മിക്ക സമയത്ത് ആവശ്യമുള്ളതാണ് ഗിറ്റ്.
ഞാൻ വിചാരിക്കും നിങ്ങൾക്കെല്ലാം ഗിറ്റ് ഹബും കാര്യങ്ങളൊക്കെ അറിയാം. എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോസിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് ഹബ് വേണം. ഗിറ്റ് ഹബിനകത്തേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ തിങ്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് ആഡ് ഗിറ്റ് ആഡ് ചെയ്യലേക്ക് എനിക്ക് ഗിറ്റ് ഉണ്ടായിരുന്നു. ഞാനിതിപ്പോൾ ഗിറ്റ് റിപ്പോസിറ്ററി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് ഇൻറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതിപ്പോൾ ഗിറ്റ് റിപ്പോസിറ്ററിലേക്ക് പുഷ് ചെയ്തേക്കാം. പിന്നെ അത് നമുക്കിനി ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിപ്ലോയ്മെന്റ് നമുക്ക് പല സാധനം യൂസ് ചെയ്യാം. ടിപ്പിക്കലി യൂസ് ചെയ്യാൻ ഇപ്പോൾ ഹഗി ഫേസ് ഉണ്ട്. ഹഗി ഫേസ് ഐ തിങ്ക് കുറെ സാധനം ഡിപ്പ് കയറിയിട്ട് കളഞ്ഞു. മറ്റേ നേരത്തെ സ്ട്രീം ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പോൾ സ്ട്രീം ലൈറ്റ് എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അവർ മിക്കവാറും ഗ്രാഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഗ്രാഡിനകത്ത് ഫ്രീ ആയിട്ട് CPU കിട്ടും. നേരത്തെ ഡോക്കർ ഉണ്ടായിരുന്നു. ഡോക്കറിനകത്ത് 16 GB റാം എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം അത് അവന്മാർ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളെങ്ങനെ ഡോക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോക്കർ വർക്ക് ചെയ്യത്തില്ല. പിന്നെ ഡോക്കറാണ് ഞാൻ ഇതിപ്പോൾ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോക്കർ ഫയലും യൂഷ്വലി ചെയ്യാറുണ്ട്. ഡോക്കർ ഫയലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇപ്പോൾ നിങ്ങളുടെ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആയിരിക്കും, ഞാൻ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആയിരിക്കും. സ്ട്രീംലൈറ്റ് ആപ്ലിക്കേഷൻസ് എനിക്ക് നീ പറഞ്ഞ കോണ്ടെക്സ്റ്റ് കത്തിയിട്ടില്ല. യാ നമ്മൾ സ്ട്രീംലൈറ്റ് നമുക്കിത് ലോക്കലി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലോക്കലിയാണ് നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഡിപ്ലോയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം പൈത്തൺ ഫയൽസിലാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ട്ബുക്ക് നമുക്ക് ഒരിക്കലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ഐ തിങ്ക് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് അറിഞ്ഞു മനസ്സിലായി. യാ നമുക്ക് കൊലാബ് ഒരിക്കലും ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്യൂർ പൈത്തൺ ഫയൽസ് മാത്രമാണ് നമുക്ക് ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൊലാബ് നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നോ, എൻഗ്രോക്ക് വെച്ചിട്ടാണല്ലോ ചെയ്യുന്ന രീതിയല്ല. ഞാൻ ജസ്റ്റ് അതിന്റെ ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ സാധാ പൈത്തൺ ചെയ്യുന്നത് പോലെ നമുക്ക് എൻഗ്രോവും കാര്യങ്ങളൊക്കെ നമുക്ക് മിക്കവാറും എൻജിനിക് കൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലല്ലേ. നമുക്കിപ്പോൾ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് സാധാ ഒരു പൈത്തൺ ഫയൽ വെച്ച് ഇതിപ്പോൾ ഞാൻ റൺ ചെയ്ത് കാണിച്ചില്ല. ബട്ട് നമുക്ക് ലോക്കലായിട്ട് റൺ ചെയ്യണമെങ്കിൽ സ്ട്രീംലൈറ്റ് റൺ വെച്ച് ചെയ്താൽ മതി. അതെല്ലാം നമുക്ക് സ്ട്രീംലൈറ്റ് റൺ ചെയ്ത് കാണിച്ചാൽ മതി. വയനകത്താണ് ഞാൻ സ്ട്രീംലൈറ്റ് വെച്ചേക്കുന്നത്. ഏറ്റവും റൺ ആവേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ലോക്കൽ ഹോസ്റ്റിന് ലിങ്ക് ആണ്. ലോക്കൽ ഹോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞപ്പോൾ ലോക്കലാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ നോക്കരുത്, ലൈക്ക് കൊടുക്കാൻ നോക്കരുത് ആർക്കും. പിന്നെ അത് പോർട്ട് നമ്പർ റാൻഡമായിട്ട് ചൂസ് ചെയ്താണ് 8501. അപ്പോൾ അതിനകത്ത് നമുക്ക് ഞാൻ ബേസിക്കലി 3 എണ്ണം ഉണ്ട്. സിംഗിൾ പ്രൊഡിക്ഷൻ, ആദ്യം പറഞ്ഞ ബാച്ച് പ്രൊഡിക്ഷൻ, പിന്നെ ഇൻസൈറ്റ്സ് എന്നും പറയും. ഐ തിങ്ക് അത് എറർ അടിച്ച് ഐ തിങ്ക് അത് നമുക്ക് നോക്കേണ്ടി വരും. കാരണം ഞാൻ ഇത്രയും നേരം നോക്കിയ സമയത്ത് ഇഷ്യൂ ഉണ്ടായില്ല. മേ ബി അത് ആപ്പിനകത്ത് ചേഞ്ചസ് വന്നിട്ടില്ലല്ലോ. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും വരുവാണെങ്കിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ഇന്നൊരു വൈകുന്നേരത്തിനുള്ളിൽ സെറ്റപ്പ് ചെയ്ത നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ വെക്കത്. അപ്പം ഇപ്പം ഇത്രയും പറഞ്ഞു പോയതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, എൻഗ്ലോക്കും കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്ക് എന്താ പറയാ ടണലിങ്ങും പരിപാടികളല്ലേ. നമുക്ക് ബേസിക്കലി ഇൻജിനിക്സ് യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. അത് നിങ്ങൾ മിക്കവാറും ലോക്കലായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തല്ലോ. ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആവശ്യം വരുള്ളൂ. യൂഷ്വലി പൈത്തണിൽ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സൈറ്റ് കാണിക്കാൻ അല്ലെങ്കിൽ സ്ട്രീം ലൈറ്റിനൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്ന ഐ തിങ്ക് ഇതിപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് വേറെ വാല്യൂസ് വെച്ച് കൊടുക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ടൈമിൽ തന്നെ ഔട്ട്പുട്ട് ഇടണം, ഫാസ്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഇടണം. അതല്ലെങ്കിൽ ബാച്ച് പ്രൊഡിക്ഷൻ വെച്ച് നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മൾ ആ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, ഓർഡർ കാറ്റഗറി പ്രിഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹെഡിങ് വെച്ചത്.
ഇതാണ് സ്ട്രീം ലൈനിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടികളൊക്കെ നമുക്ക് 2 സെക്കൻഡിനുള്ളിൽ കിട്ടും. ഒറ്റ ഫയലിൽ എല്ലാം എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഒരു 10-200 HTML അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ എഴുതുന്നതിൻ്റെ കുറവാണ് സ്ട്രീം ലൈനിൽ നമുക്ക് പെട്ടെന്ന് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് എൻഡ് പെട്ടെന്ന് നമുക്കൊന്ന് കാണാൻ അല്ലെങ്കിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മിക്ക സമയത്തും ഡാറ്റ സയൻസിൻ്റെ മിക്ക സാധനങ്ങളും നമുക്ക് സ്ട്രീം ലൈനിൽ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഗ്രാഫും കാര്യങ്ങളൊക്കെ സ്ട്രീം ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നന്നായിട്ട് കിട്ടും. ഈ കുറേ ഒന്നും ആൾക്കാരെ കാണിക്കാനായിട്ടാണെങ്കിൽ വേറെ കുറേ ടൂൾസ് ഉണ്ട്. ബട്ട് പ്യൂർ HTML അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഒരു ഡാറ്റ സയൻസിൻ്റെ സൈഡിൽ വരുന്ന സമയത്ത് എപ്പോഴും യൂസ്ഫുൾ ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഇതൊന്ന് ഡിപ്ലോയ് ചെയ്ത് കാണിക്കാൻ ഞാൻ ഇപ്പോൾ റെൻഡറാണ് യൂസ് ചെയ്യുന്നത്. റെൻഡറാണ് എനിക്ക് തോന്നുന്നുള്ളൂ ഇതിനകത്ത് ഐ തിങ്ക് ഓക്കെ വരെ ആയിട്ടുള്ളൊരു ഇത്. പിന്നെ സ്ട്രീം ലൈറ്റിൻ്റെ തന്നെ ഒരു ഡിപ്ലോയ്മെൻറ്റ് വഴിയുണ്ട്. അത് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ അതിനെ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിപ്ലോയ് എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ ഈ ഒരു ഡിപ്ലോയ്മെൻ്റ് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫയൽ തന്നെ എല്ലാം കണ്ടന്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ app.py എന്ന് പറഞ്ഞൊരു ഫയലിലാണ് നിങ്ങൾ കോഡ് ചെയ്തേക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ട്രീം ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം യൂസ് ചെയ്തേക്കണമെങ്കിൽ അത് തന്നെ കാണിക്കണം. പക്ഷേ നമുക്കിവിടെ അത് മാത്രം പോരാ, രണ്ടാമതൊരു സാധനം കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ, വെയ്റ്റ്സ്. ഇപ്പം ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത സമയത്ത് 2 സാധനം യൂസ് ചെയ്തു. ഒന്നല്ല, ഒന്ന് നമ്മൾ ആ ഒരു ഡിക്ഷണറി യൂസ് ചെയ്തു. ഏത് ഈ ഒരു ഓൾ എൻകോഡിങ്, ഇവിടെയാണ് നമ്മളൊരു മാപ്പിംഗ് നടത്തിയത്. രണ്ടാമത്തെ നമ്മൾ യൂസ് ചെയ്യേണ്ട വന്നത് അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് ഈ ഒരു ജോബ് ലിബിൻ്റെ വെയിറ്റ് ആണ്. അതായത് നമുക്ക് ട്രെയിൻ ചെയ്ത മോഡലാണ്. ഈ 2 മോഡലും ഈ ഒരു സാധനം നമുക്ക് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് അവരത് റൺ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, റൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബട്ട് മിക്ക സമയത്തും വരും ചാൻസ് പ്രശ്നമുണ്ട്. റെൻഡറിൽ നമുക്ക് കുറച്ചുകൂടെ ഹോസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു പ്ലാറ്റ്ഫോമാണ്. വേറെ അതിനകത്തും ഇഷ്യൂസ് ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് ചില സമയത്ത് കോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി വരും. കോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ആവും. പിന്നെ ഓൺ ആക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഒന്ന് ഡിപ്ലോയ് ചെയ്ത് നോക്കാണ്. ഐ തിങ്ക് അത് സസ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് റെൻഡറിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ മിക്ക സമയത്ത് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. റെൻഡറിൽ നമുക്ക് 2 രീതിയിൽ ഡിപ്ലോയ് ചെയ്യാം. ഒന്ന് ഡോക്കർ ഫയലായിട്ട് ഡിപ്ലോയ് ചെയ്യാം. ഡോക്കർ ഫയലാകുമ്പോൾ നമുക്ക് കുറേ കൂടെ ടൈം എടുക്കും ഡിപ്ലോയ് ചെയ്ത് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് requirement.txt എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ യൂസ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ കുറേ കൂടെ പൈത്തൺ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. സോ ഡിപ്ലോയ് ചെയ്യാനായിട്ട് നമുക്ക് ഐ തിങ്ക് ന്യൂ ഞെക്കുക. നമുക്ക് പല സാധനങ്ങളുണ്ട്. സ്റ്റാറ്റിക് HTML സൈറ്റ് ഒക്കെയാണ് അവിടെ ചെയ്യാം. നമുക്കിവിടെ വേണ്ടത് വെബ് സർവീസ് ആണ്. വെബ് സർവീസ് എടുക്കുക. അപ്പോൾ ഇത് ഗിറ്റബായിട്ട് കണക്ട് ചെയ്യണം. പബ്ലിക് ആയിട്ടുള്ള ഗിറ്റബ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഐ തിങ്ക് എൻ്റെ റിപ്പോസിറ്ററി പബ്ലിക് ആണ്. ഐ തിങ്ക് പേര്. അതെ, അപ്പോൾ ഈ ഒരു സൈറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. ലിങ്ക് ഞാൻ വേണമെങ്കിൽ എൻഗ്രോഗ് ഉണ്ടോ കൊലാബ്? ഓക്കെ, ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എൻഗ്രോഗ് കൊലാബിൽ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? യൂഷ്വലി ഞാനത് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടോ കേൾക്കണേ. അതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. എനിക്കത് അറിയില്ല. കൊലാബ് ഡിപ്ലോയ്മെന്റ് എനിക്ക് തോന്നും മൈറ്റ് ബി പോസിബിൾ ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. യൂഷ്വലി സംഭവിക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള പ്രൊവിഷൻ തരുന്നതാണ്. ഞാനത് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ സാധാരണ നോർമലി സാധനം ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു പൈത്തൺ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഉള്ള സാധനം എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തേക്കണം. ഇൻ കേസ് നീ എങ്ങനെ അത് ചെയ്തിട്ടുള്ളതെന്ന് എവിടെയെങ്കിലും ലിങ്കിലും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ നല്ലതാട്ടോ. ഞാനും നോക്കിയിട്ട് പറയാം. ഇതാണ് ബേസിക്കലി വെബ് സർവീസ്. ഞാനിപ്പോൾ ആ ഒരു ഗിറ്റ് ലിങ്ക് കൊടുത്ത സമയത്ത് കുറച്ച് സാധനങ്ങൾ വന്നു.
ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ ഒരു സൈറ്റിന്റെ പേര് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇതിന്റെ പേര് കൊടുക്കണേ, ഏത് ബ്രാഞ്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ഗിറ്റബിനകത്ത് മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ് ഞാൻ പുഷ് ചെയ്തത്. ഏത് ലാംഗ്വേജ് ആണ്, പൈത്തൺ അല്ലാണ്ട് ഡോക്കർ യൂസ് ചെയ്യാൻ പറ്റും. ഡോക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്കർ ഫയൽ ആയിരിക്കും കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഏത് കമാൻഡാണ് റിക്വയർമെന്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്, അത് പിപ്പ് ഇൻസ്റ്റാൾ ആണ്. പിന്നെ റൂട്ട് ഡയറക്ടറി അത് തന്നെയാണ്, വ്യത്യാസമില്ല. ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് സ്ട്രീം ലൈറ്റിലാണ് ഡിപ്ലോയ് ചെയ്തതുകൊണ്ട് നമുക്ക് സ്ട്രീം ലൈറ്റ് സ്പേസിലാണ് ഐ തിങ്ക് app.py ആണ് ആ ഒരു ഫയലിന്റെ പേര്, അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആണ് കൊടുക്കേണ്ടത്. അവർ പറയുന്നുണ്ട് കുറച്ച് ഇനാക്ടിവിറ്റി കഴിയുമ്പോൾ അത് ഓഫായി പോകും. പിന്നെ ഏതെങ്കിലും എൻവയോൺമെന്റ് വേരിയബിൾസ്, നിങ്ങളിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സീക്രട്ട് ഫയൽ വേരിയബിൾസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ API കീസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മിക്ക സമയത്ത് നിങ്ങളിപ്പോൾ LLM അല്ലെങ്കിൽ ഗ്രോക്ക് പോലെ എന്തെങ്കിലും ജെമിനിയുടെ എന്തെങ്കിലും API കീയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കും. അതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിപ്ലോയ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടറിൽ ഡിപ്ലോയ് ചെയ്യാനായിട്ട് ടിപ്പിക്കലി കുറച്ച് ടൈം എടുക്കും, ബട്ട് ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഈ ഒരു റെൻഡർ അല്ലെങ്കിൽ ഹഗി ഫേസ് പോലെയുള്ള ഒരു സാധനം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. ഒരു AWS പോലെ ഒരു സാധനത്തിനേക്കാളും നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്തും ഒഴിവാകുന്നുണ്ട് ചെയ്യണത്. ഒന്ന് നമ്മൾ എൻവയോൺമെന്റ് ചെയ്യണം, നമുക്ക് പിന്നെ അതെങ്ങനെ എന്തെങ്കിലും അബദ്ധവശാൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. മറ്റേ നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യത്തില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടായിരിക്കും. കൺഫിഗർ ചെയ്യാൻ നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ ഇത്തിരി ഇഷ്യൂ, ലൈക്ക് ഡൊമൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കൺഫിഗർ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരു കിട്ടുന്നുണ്ട്, HTTP ഏതാണ് URL എന്നും പറഞ്ഞു. മറ്റേതിനകത്ത് നമ്മളതൊക്കെ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് ടൈം എടുക്കും ഡിപ്ലോയ് ചെയ്ത് കിട്ടാനായിട്ട്. ബട്ട് നമുക്കൊരു ഐ തിങ്ക് ആദ്യ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ബട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ളി അവിടെ എവിടെയൊക്കെയാണ് തപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളത് ഇതിനകത്ത് കാണാൻ പറ്റും. ലൈക്ക് എല്ലാം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇതിനകത്ത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 3-4 സാധനങ്ങൾ നോക്കേണ്ടത്. ഒന്ന് ലോഗാണ്. ലോഗിനകത്ത് നിങ്ങളിപ്പോൾ ഡിപ്ലോയ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഡിപ്ലോയ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എറർ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോക്കിൽ കാണാൻ പറ്റും. പിന്നെ രണ്ടാമത് മെട്രിസസ് ആണ്. മെട്രിസസ് നമ്മുടെ എത്രത്തോളം അത് യൂസ് ചെയ്താണല്ലോ. ഇപ്പോൾ ഇതിനകത്ത് 0.15 CP മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിപ്ലോയ് ചെയ്ത് കഴിയുന്ന സമയത്ത് മിക്ക സമയത്തും ചില സമയം നമ്മളിപ്പോൾ ഇതിപ്പോൾ ടിപ്പിക്കലി വലിയ മെഷീൻ ലേണിംഗ് മോഡലല്ല, ഭയങ്കര ചെറുതാണ്. റാൻഡം ഫോറസ്റ്റ് മോഡൽ എനിക്ക് തോന്നുന്നു KB സൈസും കണ്ടുള്ളൂ. അപ്പോൾ പക്ഷേ നിങ്ങൾ വലിയൊരു മോഡലൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലിമിറ്റ് അടിക്കും. ഇതെങ്ങാണ്ട് 0.15 അടിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് സ്റ്റോപ്പായി. പിന്നെ എത്രത്തോളം ലിമിറ്റ് അടിക്കും, മെമ്മറി യൂസ് ചെയ്യുന്നുണ്ടെന്നോ. പിന്നെ ഐ തിങ്ക് എൻവയോൺമെന്റ് ഉണ്ട്, നിങ്ങളത് എന്തെങ്കിലും മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. യൂഷ്വലി ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓക്കെ 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 നീ കൊലാബിന് ഇങ്ങോട്ട് ടണൽ ചെയ്തല്ലേ, അങ്ങനെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും യൂഷ്വലി. ഐ തിങ്ക് ഇപ്പോൾ ഈ സമയത്തെങ്ങാണ്ട് ഞാൻ അന്ന് വായിച്ചപ്പോഴാണ്, എനിക്ക് അറിയില്ല ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. നമുക്ക് വേണമെങ്കിൽ കൊലാബിലെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൊലാബിലെ GPU കാര്യങ്ങളൊക്കെ ലോക്കലായിട്ടും റൺ ചെയ്യാൻ പറ്റും. ലോക്കലായിട്ട് നമുക്ക് ലോക്കലിൽ ഒരു നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് അതിനകത്തൊരു കൊലാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഓക്കെ അതവിടെ തന്നെ മറന്നുപോയി. ബട്ട് ഐ തിങ്ക് നമുക്കത് ആണോ അല്ല, ഇവിടെ ഒരു കസ്റ്റം നോട്ട്ബുക്ക് URL ഉണ്ട്, ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ബട്ട് നമുക്ക് വേണമെങ്കിൽ നോട്ട്ബുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ രണ്ട് രീതിയിലും ചെയ്യാം. നമ്മുടെ CPU യൂസ് ചെയ്യാനായിട്ട് ഈ കൊലാബിനോടും പറയാം, അല്ലെങ്കിൽ ഈ കൊലാബിന് ഇതിൻ്റെ GPU അല്ലെങ്കിൽ റാമും കാര്യങ്ങളൊക്കെ ഐ തിങ്ക് ഒരു VS Code എക്സ്റ്റൻഷൻ ആയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. ആ ഒരു VS Code എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ
കൊലാബിൽ GPയും കാര്യങ്ങളൊക്കെ ലോക്കൽ റൺ ടൈമിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്പിൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. VS കോഡ് കൊലാബ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ടൈം ഇത് ലോക്കലായിട്ട് റൺ ചെയ്യുന്നതാണ്. ഡിപ്ലോയിഡ് ആയെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട്? ഇപ്പോൾ കാണിച്ചു തന്നത് അതിനകത്ത് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ടൈമാണ് കിട്ടിയുള്ളൂ. ഇന്ന് ശരിക്കും ജോയിലായിരുന്നു സെഷൻ എടുക്കേണ്ടത്. ബട്ട് എന്നോട് ഇന്നലെ രാവിലെ പുള്ളിക്കാരൻ ഇത്തിരി തിരക്കാണ്, ഇത്തിരി അർജന്റ് എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബേസിക്കായിട്ട് നേരത്തെ യൂസ് ചെയ്ത കുറച്ച് മെറ്റീരിയൽസും പിന്നെ ഇപ്പോൾ കൺഫിഗർ ചെയ്ത കുറച്ച് കാര്യങ്ങളും വെച്ചാണ് ഇപ്പോൾ സെഷൻ എടുത്തത്. അപ്പോൾ ഇൻ കേസ് ഞാൻ എന്തെങ്കിലും കവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. കാര്യം ഞാൻ പറഞ്ഞു പോയത് ഇപ്പോൾ എത്ര പെട്ടെന്നായിരിക്കാം. ക്ലോസ് ചെയ്തേക്കാം. ഇത് ലോക്കലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് predictor.renderലാണ്. ഇപ്പോൾ റെൻഡറിൽ നിങ്ങൾക്ക് അവരുടെ ഒരു UI അതിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് URL ഷെയർ ചെയ്യും. അപ്പോൾ ഇത് വല്ല പാടുള്ള കേസല്ല. ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വൺസ് കംഫർട്ടബിളായി ചെയ്ത് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ. റെൻഡറിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കുള്ള ഡിപ്ലോയ്മെന്റ് ഇനിയും കുറച്ചുകൂടെ ഇത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. ഡൊമൈൻ സെറ്റപ്പ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഇനി ഭാവിയിൽ എന്തെങ്കിലും ആപ്പ്, എന്തെങ്കിലും സോഫ്റ്റ്വെയർ AWS അല്ലെങ്കിൽ റിയലായിട്ട് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. കാരണം ഡൊമൈൻ സെറ്റപ്പ് ചെയ്യണത് ഇത്തിരി പാടുള്ള കേസാണ്. പിന്നെ ചില സമയത്ത് ഇതുപോലെ Nginx Ngrok ഒക്കെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും, കൺഫിഗർ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. റെൻഡറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പകുതി തലവേന ഒഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു. പിന്നെന്തായാലും പിന്നെ ഞാനാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഒന്നുമല്ല, MLflow യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല MLflow. ടിപ്പിക്കലി ഞാൻ ലാസ്റ്റ് ഒരു ടൈമിലായപ്പോഴാണ് MLflow കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, പക്ഷേ ഇൻ കേസ് അതിൻ്റെ യൂസ് ഇപ്പോഴാണ് മനസ്സിലായത്. കാര്യം എന്താ വെച്ചാൽ MLflow യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നേക്കണേ സാധനത്തിന് നമുക്ക് വേർഷനൈസ് ചെയ്യാൻ പറ്റും. GitHub നമുക്ക് മിക്ക ആൾക്കാർക്കും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം. നമുക്ക് വേർഷൻ 1 അല്ലെങ്കിൽ വേർഷൻ 2 ഒരു ആപ്പ് ഇറക്കുകയാണെങ്കിൽ നമുക്ക് പല വേർഷൻസ് വരാം. അതുകൊണ്ട് തന്നെ മോഡൽ നമുക്ക് പല വേർഷൻസ് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിപ്പോൾ ഒരു കൺഫിഗറേഷൻ ഞാനിപ്പോൾ ഒരു കാണിച്ചു തരുവാണെങ്കിൽ, ഇപ്പോൾ app.py അതിനകത്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് അതും മോഡലിൽ ലോഡ് ചെയ്താൽ നമുക്ക് ഞാനൊരു ട്രെയിൻ ചെയ്യുന്ന ഫയൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ എസ്റ്റിമേറ്റേഴ്സും ഡെപ്തും ആണ് 2 വേരിയബിൾസ് യൂസ് ചെയ്തേക്കണേ. പിന്നെ ഫീച്ചർ കൗണ്ട് അതുള്ളതാണല്ലോ. പിന്നെ നമുക്ക് അപ്പോൾ ഒരു ഓരോ പ്രാവശ്യം ഇത് മാറ്റുന്ന സമയത്ത് മാക്സ് ഡെപ്ത് കൂട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ കുറയ്ക്കുന്ന സമയത്തും, അല്ലെങ്കിൽ എസ്റ്റിമേറ്റേഴ്സ് കൂട്ടുന്ന അല്ലെങ്കിൽ കുറയ്ക്കുന്ന സമയത്തും എന്ത് കൂടി മാറി വരാം, മോഡലിൻ്റെ വെയിറ്റ് മാറി വരാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് മാറി വരാം, പ്രൊഡിക്ഷൻ കിട്ടിയ ഔട്ട്പുട്ട് മാറി വരാം. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും സേവ് തരണം. യൂഷ്വലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റാൻഡം സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കും. അപ്പോൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും സേവ് തരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നോട്ട്ബുക്ക് പിന്നെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പോൾ ചില സമയം നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടി, എത്ര ഒരു 0.9 കിട്ടി. പക്ഷെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അത് പോകും, ആ വെയിറ്റ് പോകും, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഗറേഷൻ പോകും. അപ്പോൾ നമുക്കത് എവിടെയെങ്കിലും സേവ് തരണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ലോക്കൽ എവിടെയെങ്കിലും ജോബിലും പോയിച്ച് എന്തെങ്കിലും ആ ഒരു വെയിറ്റ് ഡൗൺലോഡ് ചെയ്ത് എവിടെയെങ്കിലും ഇടുക. കാരണം കൊലാബിനകത്താണ് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു ഇഷ്യൂ വരുന്നത്. ജോബിൽ വഴി നമുക്ക് ഇവിടെ ഡൗൺലോഡ് തരണം, അതിൽ എന്നിട്ടാണ് നമുക്ക് കോൺഫിഗറേഷൻ മാറ്റിയിട്ട് കൂടുതൽ വെയിറ്റ് കൂടുതലേക്ക് നല്ലൊരു ഔട്ട്പുട്ട് പിന്നെ കിട്ടുന്ന സമയത്താണ് പിന്നെ അത് കമ്പയർ ചെയ്തൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വേർഷൻസ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് MLflow യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ കൂടെ എളുപ്പമാണ്. അതിൻ്റെ ടിപ്പിക്കലായിട്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. MLflow യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം സെറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റി പ്രൊഡിക്ഷൻ ഞാൻ കൊടുത്ത്
ആ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റൺ ചെയ്യുന്ന സമയത്ത് MLflows ഡോട്ട് റൺ എന്നും പറഞ്ഞു കൊടുത്തിട്ട് അതിനകത്ത് ഏതൊക്കെയാണ് പാരാമീറ്റേഴ്സ് അതൊക്കെ പാസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റാൻഡം ഫോറസ്റ്റ് വെച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ആക്യുറസി കിട്ടും. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം. ഐ തിങ്ക് അത് പൈത്തൺ റൺ, സോറി, MLflow എന്ന് കൊടുത്താൽ മതി. അങ്ങനെ ട്രൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ MLruns എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൻ്റെ അകത്ത് ആ ഒരു മോഡലിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണോ, ഏതൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്തേക്കണ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ, മോഡലിൻ്റെ വെയിറ്റ് ആർട്ടിഫാക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ അതിൻ്റെ കൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ എന്താണോ ആ സാധനങ്ങളൊക്കെ നമുക്ക് വേർഷനിൽ സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ സാധനം നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വലിയ പാടില്ല. ഇതേ സാധനം നമുക്ക് ഒന്നുകൊണ്ട് റൺ ചെയ്താൽ മതി, അതേ വെയിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേർഷൻ ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് MLflow. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്ത അതേ വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ യൂസ് ചെയ്ത് MLflow റൺ ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ട്രെയിൻ ഫയലാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ഫയൽ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ ക്ലാസ്സിന് യൂസ് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇവിടെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ MLflow ഗെറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ റണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ റൺ ചെയ്യാവുന്നേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. നമുക്കത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പല കൺഫിഗറേഷൻ നമ്മൾ പല വെയിറ്റ്സ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് MLflow യൂസ് ചെയ്ത് നമുക്കത് സേവ് തരാം. ടിപ്പിക്കലായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. പിന്നെ നമുക്ക് വേറെ യൂസ് ചെയ്യുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ലിനക്സ് ആണ് എപ്പോഴും. ലിനക്സ് അല്ലെങ്കിൽ മാക്ക് ആയിരിക്കും എപ്പോഴും നല്ലത്. വിൻഡോസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഐ തിങ്ക് ML വരുന്ന സമയത്ത് മേ ബി നിങ്ങൾ യൂസ് ചെയ്യുന്നത് മാക്ക് ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് നിങ്ങൾക്കിപ്പോൾ യാ GPUം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും NVIDIA വേണം, അല്ലെങ്കിൽ NVIDIA GPU വേണം. കാരണം മിക്ക ML നമ്മൾ കൂടിയ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ, XGBoost, CATBoost പോലെയുള്ള മോഡൽസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത് GPU യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. കാരണം കിട്ടുന്ന സമയത്ത് നമുക്ക് ഡാറ്റ സെറ്റ് 50 അല്ലെങ്കിൽ 500 MB ഒക്കെ ആണെങ്കിൽ നമുക്ക് CPU റൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ XGBoost-നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും GPU-നകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് GPU-യുടെ ആവശ്യം വരും. പിന്നെ അതുകൊണ്ട് GPU വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും GPU യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഡീപ്പ് ലേണിംഗ് വരുന്ന സമയത്ത് എന്തായാലും വേണ്ടി വരും. പിന്നെ ഒരു കാര്യം, OS-ന്റെ സമയത്ത് ലിനക്സ് ആയിരിക്കും കുറേ കൂടെ നല്ലത്. ബെറ്റർ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫിഗറേഷൻസ്, അതായത് ഇപ്പോൾ മറ്റേത് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് മിക്ക സമയത്തും UV പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ കുറേ കൂടെ എളുപ്പമാണ് ലിനക്സ്. ഈ ലിനക്സിലെ സാധനങ്ങൾ കൺഫിഗർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിൻകാലത്ത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ AWS-ലാണ് യൂസ് ചെയ്യുന്നത്, അവിടെ ലിനക്സാണ് യൂസ് ചെയ്യുന്നത്. അതല്ല അതുപോലെ ഇവിടെ ഡിപ്ലോയ്മെൻറ്റ് മാത്രമല്ല, പൈത്തൺ നിങ്ങൾ ബേസിക് ആയിട്ട് അതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കണമെന്ന് അറിയാനും പറ്റും. കാരണം അതായിരിക്കും മിക്ക സമയം നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ. അത് ബേസിക് ആയിട്ട് നമ്മുടെ പിന്നെ ഇഷ്ടം പോലെ ഇരിക്കും. കാരണം ഐ തിങ്ക് നിങ്ങൾ ലിനക്സ് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വേറെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലാണ്ട് തന്നെ. പക്ഷെ നമുക്ക് ബേസിക് ആയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാൻ ML-നകത്ത് വിൻഡോസ് വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ OS ഏതാണെന്നുള്ളത്. എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു OS-ന്റെ ഡിഫറൻസ് വരുള്ളൂ. ബാക്കിയൊന്നും വലിയൊരു വ്യത്യാസം വരാറുണ്ട്. Any other doubts? സെഷൻ ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഒരു ഹാൻഡ് റൈസ് എന്തെങ്കിലും കാണാവോ? ഐശ്വര്യ എന്ന സെഷൻ എടുത്തേലോ? Hello. ഹലോ. അതിന്റെ അതിൻ്റെ So our doubts we are winding up the session for today. Thank you everyone for joining today's session, and thank you.
and really great for today's session. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും കേട്ടോ ഗ്രൂപ്പിൽ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാം.